കൊല്ലം KMLL കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ അതിക്രമമെന്ന് പരാതി. പന്മന ബ്ലോക്ക് പ്രസിഡന്റ് ജയകുമാറും സംഘവുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. 15 പേരടങ്ങുന്ന സംഘത്തിനെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് KMLL അധികൃതർ പറയും. ഷമീർ അബ്ദുൾ ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, എന്താണ് ഈ അതിക്രമത്തിന്റെ കാരണമെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇവരിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? പോലീസ് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പാണ് രുചീഷ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KMLL പോലെ അതീവ സുരക്ഷ ഉള്ള ഒരു മേഖല, ആ മേഖലയിൽ ആ സുരക്ഷയുടെ ഭാഗമായി അവർ ഫെൻസിങ് ലൈൻ സ്ഥാപിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചവറ ദേശീയപാത ചവറയ്ക്ക് സമീപമായിട്ടാണ് ഈ ഫെൻസിങ് ലൈൻ സ്ഥാപിക്കുന്നത്. അവിടെയാണ് ഈ ചവറ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ, പന്മന ജയകുമാർ, അയാൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആണെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. INTUC-യുടെ KMLL വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഈ ജയകുമാർ സംഘവും അവിടെ എത്തിയ ശേഷം ഈ ഫെൻസിംഗ് ലൈനുകൾ തകർക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച തൂണുകൾ അവിടെ നിന്ന് വലിച്ചെറിയുന്നു. ഇയാളുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘവുമാണ് ഇത്തരത്തിൽ അവിടെ എത്തി അതിക്രമം നടത്തിയത്. എന്നാൽ KMLL ഇതിൽ ഒരു പരാതി നൽകിയ ശേഷം പോലീസ് ഇതിൽ FIR രേഖപ്പെടുത്തിയെങ്കിൽ ആ FIR-ൽ പോലും ഈ ജയകുമാറിൻ്റെയോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെയോ പേര് വിവരങ്ങൾ ചേർത്ത് കേസെടുക്കാൻ ചവറ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. KMLL-ന് ഏതാണ്ട് 50,000-ലധികം രൂപയുടെ നഷ്ടം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് താല്പര്യത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു അതിക്രമം KMLL പോലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് മുമ്പിൽ ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയത് എന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും KMLL-ലെ സെക്യൂരിറ്റി ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ ഈ ജയകുമാറിൻ്റെ പേര് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ജയകുമാറിൻ്റെ പേരിൽ FIR എടുക്കാൻ പോലീസിന് താല്പര്യമില്ല. പോലീസ് കണ്ടാലറിയുന്ന ആളുകൾ എന്ന് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസ് നേതാവിൻ്റെ ചിത്രമുണ്ട്, പടമുണ്ട്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് KMLL പോലെ അതീവ സുരക്ഷാ മേഖലയിൽ ഈ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്നതിന് ഇവർ തടസ്സം നിൽക്കുന്നത്. എന്തിനാണ് ഈ തടസ്സം നിൽക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് KMLL പറയുന്നത്. KMLL എന്തായാലും ഇത് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയുമായും അവിടെ ഒരു സുരക്ഷാ വേലി കെട്ടുവാൻ KMLL കഴിഞ്ഞിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് KMLL-ന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ആവശ്യം. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നത്. രുചീഷ്.